Hello friends, ഈ വീഡിയോയിൽ നമ്മൾ ഡൈനാമിക്സ് എന്ന മെക്കാനിക്സിന്റെ പോർഷനിലെ curvilinear motion, rectilinear motion, അതേപോലെ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഈ ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡൈനാമിക്സ്? It is a branch of mechanics that deals with the motion of bodies under action of forces. ഒരു ബോഡി ഒന്നുകിൽ റെസ്റ്റിലാകാം അല്ലെങ്കിൽ മോഷനിലായിരിക്കും. അത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സിന്റെ എഫക്റ്റ് കാരണം ഈ ബോഡിയുടെ മോഷനിൽ അല്ലെങ്കിൽ അതിന്റെ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റിൽ വരുന്ന വ്യത്യാസങ്ങളെയാണ് നമ്മൾ ഡൈനാമിക്സിൽ സ്റ്റഡി ചെയ്യുന്നത്. ഈ ഡൈനാമിക്സിനെ തന്നെ നമുക്ക് ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യാം രണ്ടായിട്ട്, കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്. അപ്പൊ എന്താണ് കൈനറ്റിക്സ് ആൻഡ് കൈനമാറ്റിക്സ്? Kinematics is the study of motion without reference to the forces that cause the motion. അപ്പോൾ നമ്മൾ ഒരു ബോഡിയിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിന്റെ സ്റ്റേറ്റിൽ അതായത് മോഷനിൽ അല്ലെങ്കിൽ റെസ്റ്റിൽ ചേഞ്ചസ് വരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഈ ഫോഴ്സിനെ സ്റ്റഡി ചെയ്യാതെ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തതുകൊണ്ട് ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ, ബോഡിയിലെ മോഷനിൽ വരുന്ന ചേഞ്ചസിനെ മാത്രം സ്റ്റഡി ചെയ്യുമ്പോഴാണ് അതിനെ കൈനമാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. എന്നാൽ കൈനറ്റിക്സിൽ നമ്മൾ ഈ ഫോഴ്സിനെ കൂടെ സ്റ്റഡി ചെയ്യും. അതായത് ഫോഴ്സ് അപ്ലൈ ചെയ്ത് മോഷനിൽ ചേഞ്ച് വരുമ്പോൾ ഈ ഫോഴ്സും മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും ഈ ഫോഴ്സ് കാരണം ഉണ്ടായ ചേഞ്ചസിനെയും കൈനറ്റിക്സിൽ സ്റ്റഡി ചെയ്യുന്നു. കൈനറ്റിക്സ് is a study of force acting on a body and the resulting motion caused by the given forces. ഇനി എന്താണ് മോഷൻ? നമ്മൾ പറഞ്ഞു ഒരു ബോഡി റെസ്റ്റിൽ ഇരിക്കുന്നു, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു, അതിന്റെ റെസ്റ്റ് എന്ന സ്റ്റേറ്റിൽ ഒരു ചേഞ്ച് വരുന്നു. അല്ലെങ്കിൽ മോഷനിലിരിക്കുന്ന അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയിൽ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ പല ചേഞ്ചസ് വരാം. ഒന്നുകിൽ സ്പീഡിൽ ചേഞ്ച് വരും, ആക്സിലറേഷൻ കുറയാം അല്ലെങ്കിൽ കൂടാം, അങ്ങനെ പല ചേഞ്ചസ് വരും. അപ്പൊ മോഷൻ എന്ന് നമ്മൾ ജനറലി പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് ടൈം. ടൈം കൂടുന്ന അനുസരിച്ച് അല്ലെങ്കിൽ ടൈം വേരി ചെയ്യുന്ന അനുസരിച്ച് ഈ ബോഡിയുടെ സ്റ്റേറ്റിൽ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മൾ ആ ബോഡി മോഷനിലാണ് എന്ന് പറയുന്നത്. എന്നാൽ വിത്ത് വേരിയേഷൻ ഇൻ ടൈം ബോഡിയുടെ സ്റ്റേറ്റിൽ ചേഞ്ച് ഒന്നുമില്ല എങ്കിൽ ആ ബോഡി റെസ്റ്റിലാണ് എന്ന് നമ്മൾ വിളിക്കുന്നു. ഇനി മോഷനെ തന്നെ നമുക്ക് ബ്രോഡായിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം, റെക്റ്റിലീനിയർ മോഷൻ ആൻഡ് കർവിലീനിയർ മോഷൻ. ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. റെക്റ്റിലീനിയർ മോഷൻ എന്ന് വെച്ചാൽ മോഷൻ ഓഫ് ഒബ്ജെക്ട്സ് അലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ് പോകുന്നതെങ്കിൽ ആ ബോഡി റെക്റ്റിലീനിയർ മോഷനിലാണ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. ഇപ്പൊ എക്സാമ്പിൾസ് നോക്കുവാണെങ്കിൽ ഈ ഫിഗറിൽ കാണുന്ന തൊട്ട് തന്നെ ഒരു ട്രെയിൻ, ഒരു സ്ട്രെയിറ്റ് ട്രാക്കിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു ട്രെയിൻ, അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ മൂവ് ചെയ്യുന്ന ഒരു കാർ, പിന്നെ മാർച്ച് പാസ്റ്റിൽ നടക്കുന്ന സോൾജേഴ്സ്, അതായത് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ അവര് കണ്ടിന്യൂ ചെയ്യുന്നു വിത്ത് വേരിയേഷൻ ഇൻ ടൈം. ഇപ്പൊ ടൈം വേരി ചെയ്യും തോറും ഇത് സ്ട്രെയിറ്റ് പാത്ത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനത്തെ മോഷനെ നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോ കർവിലീനിയർ മോഷൻ എന്തായിരിക്കും? ഒരു കേർവിൽ കൂടെ ആണ് മോഷൻ സംഭവിക്കുന്നതെങ്കിൽ അതിനെ കർവിലീനിയർ മോഷൻ എന്ന് വിളിക്കാം. When particle moves along a curved path, its motion is called curvilinear motion. ഇപ്പൊ എക്സാമ്പിൾസ് പറയുവാണെങ്കിൽ ഒരു റണ്ണിങ് ട്രാക്ക് അല്ലെങ്കിൽ റേസിംഗ് ട്രാക്കിന്റെ കേർവ്ഡ് പോർഷനിൽ കൂടെ സൈക്ലിസ്റ്റുകൾ മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത്ലീറ്റ്സ് കേർവ്ഡ് പോർഷനിൽ കൂടെ മൂവ് ചെയ്യുവാണെങ്കിൽ അതിനെ കർവിലീനിയർ മോഷൻ എന്ന് വിളിക്കാം. അല്ലെങ്കിൽ ഒരു കേർവ്ഡ് റോഡിൽ കൂടെ വെഹിക്കിൾസ് മൂവ് ചെയ്യുമ്പോൾ അതെല്ലാം കർവിലീനിയർ മോഷൻ ആണ്. ഇനി ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ മുകളിലത്തെ ബാസ്ക്കറ്റിലേക്ക് ബോൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ആ ബോൾ മൂവ് ചെയ്യുന്ന പാത്തും ഒരു കേർവ്ഡ് പാത്താണ്. അപ്പൊ ഇതെല്ലാം കർവിലീനിയർ മോഷന്റെ എക്സാമ്പിൾസ് ആണ്. ഇനി ഈ റെക്റ്റിലീനിയർ മോഷനിലായാലും കർവിലീനിയർ മോഷനിലായാലും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന ചില ടേംസ് ഉണ്ട്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഓർ പാത്ത് ലെങ്ത്. അപ്പൊ എന്താണ് ഈ ഡിസ്റ്റൻസ് ട്രാവൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ ഒരു ഇനീഷ്യൽ പൊസിഷൻ തൊട്ട് ഫൈനൽ പൊസിഷൻ വരെ, ബോഡിയുടെ ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും വരെയുള്ള ടോട്ടൽ, അത് ട്രാവൽ ചെയ്ത ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ പാത്ത് ലെങ്ത് അഥവാ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് വിളിക്കുന്നത്. The distance traveled by the body is known as path length or distance traveled. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. നമ്മൾ ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ലെങ്ത് മാത്രമേ നോക്കുന്നുള്ളൂ, ഇത് കൺസിഡർ ചെയ്യാൻ നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ട്രാവൽഡ് അല്ലെങ്കിൽ പാത്ത് ലെങ്ത് ഇസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. എന്നാൽ ഇതേപോലെ തന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരു ടേം ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഈ ഡിസ്പ്ലേസ്മെന്റും ഡിസ്റ്റൻസ് ട്രാവൽഡും തമ്മിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയി പോകുന്നതാണ്. ഇതിൽ ഏതാണ് സ്കെയിലാർ ഏതാണ് വെക്ടർ എന്നുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് നമ്മൾ പറയുമ്പോൾ
ഇനീഷ്യൽ പൊസിഷനെയും ഫൈനൽ പൊസിഷനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഡിസ്പ്ലേസ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നേരം മാഗ്നിറ്റ്യൂഡ് ഒപ്പം നമ്മൾ ഡയറക്ഷനൂടെ കൺസിഡർ ചെയ്യും. അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. ഒരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി ഇത് പറയുകയാണെങ്കിൽ, ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ ഈ ഒരു വ്യക്തിയുടെ ഇനീഷ്യൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് പോയിന്റ് എ ആണ്, ഫൈനൽ ലൊക്കേഷൻ പോയിന്റ് സി. ഈ വ്യക്തി പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്ത് ബിയിൽ നിന്നാണ് സിയിലേക്ക് പോകുന്നത്. ഇങ്ങനെയാണെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയെന്ന് ചോദിക്കുവാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു AB പ്ലസ് BC. എന്നാൽ ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുവാണെങ്കിൽ, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ദ ഷോർട്ടസ്റ്റ് ലെങ്ത് കണക്ടിംഗ് ദ ഇനീഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻസ്. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ചോദിക്കുവാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വിൽ ബി ഈക്വൽ ടു AC വിത്ത് ദ ഡയറക്ഷൻ കൺസിഡേർഡ്. അപ്പൊ ഇതായിരുന്നു പാത്ത് ലെങ്ത് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ട്രാവൽഡിന്റെ ഡിസ്പ്ലേസ്മെന്റ് തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ നോട്ട് ചെയ്യേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ഒരു സ്കേലർ ക്വാണ്ടിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയുമാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് PSC ക്വസ്റ്റ്യൻസിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പൊ ഇതിലെ ഈ 3 ഇക്വേഷൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിലെ പല ഡേറ്റാസ് തന്നിട്ടും തന്നിട്ടില്ലാത്ത വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ V is equal to U plus AT. അതായത് V കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫൈനൽ വെലോസിറ്റി, U ഇനീഷ്യൽ വെലോസിറ്റി ആണ്. A is the acceleration of motion and T is the time taken. അടുത്തത് S is equal to UT plus half AT square, where S is the displacement of the body. അടുത്തത് V square minus U square is equal to 2AS. ഈ 3 ഇക്വേഷൻസും നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. പ്ലസ് 1 പ്ലസ് 2 കാലയളവിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത്. കാരണം ഇതിന് സ്ഥിരം PSC എക്സാംസ് വരുന്നതാണ്. ഓവർസിയർ ലെവലിലുള്ള എല്ലാ എക്സാംസിനും ഈ ഒരു പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുള്ളതാണ്. ഇനി നമുക്ക് ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ? Every body continues to be in its state of rest or of uniform motion in a straight line unless compelled by some external force to act otherwise. അപ്പൊ ഇനീഷ്യലി റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ബോഡി അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്തില്ല എങ്കിൽ അത് ഇതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ സ്റ്റേറ്റ് ചെയ്യുന്നത്. If the external force is zero, a body at rest continues to remain at rest and the body in motion continues to move with a uniform velocity. External forces ഒന്നും കൊടുത്തില്ല എങ്കിൽ ഈ ബോഡി ഇനീഷ്യലി ഏത് സ്റ്റേറ്റിലായിരുന്നു അതേ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ ഇനീഷ്യൽ സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബോഡിയുടെ ടെൻഡൻസിയെ നമ്മൾ ഇനേർഷ്യ എന്നാണ് വിളിക്കുന്നത്. ഇനേർഷ്യ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നും വിളിക്കാറുണ്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെഹിക്കിൾ, ഒരു കാറിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സ് പെട്ടെന്ന് ബ്രേക്സ് അപ്ലൈ ചെയ്ത് കാർ നിർത്തുകയാണെങ്കിൽ അവരുടെ ബോഡിക്ക് മുന്നിലേക്ക് ഒരു ജേർക്കിംഗ് മോഷൻ വരും. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് ബോഡി മൂവ് ചെയ്യുന്നത് അവരുടെ ബോഡിയുടെ ഇനേർഷ്യ കാരണമാണ്. മോഷനിൽ പോയിക്കൊണ്ടിരുന്ന ബോഡി പെട്ടെന്ന് നിർത്തുമ്പോൾ, ബ്രേക്സ് അപ്ലൈ ചെയ്ത് നിർത്തുമ്പോൾ ആ മോഷനിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ബോഡിയുടെ ഇനേർഷ്യ കാരണമാണ് ബോഡി ഫ്രണ്ടിലേക്ക് ജേർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ന്യൂട്ടൺസ് സെക്കൻഡ് ലോയിലേക്ക് കിടക്കാം. The rate of change of momentum of a body is directly proportional to the applied force and takes place in the direction in which the force acts. ഇപ്പൊ എന്താണ് മൊമെന്റം? മൊമെന്റം എന്ന ടേം P വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യും. P is equal to m into v. അതായത് മാസിനെയും വെലോസിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ബോഡിയുടെ മൊമെന്റം ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്രിക്കറ്റേഴ്സ് ഫീൽഡ് ചെയ്യാൻ നേരം ബോൾ മുകളിൽ നിന്ന് വരുമ്പോൾ അത് ക്യാച്ച് ചെയ്യാനായിട്ട് പലപ്പോഴും ക്രിക്കറ്റേഴ്സിന്റെ കൈ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവര് ബോൾ പിടിക്കുമ്പോൾ ബോളിന്റെ ഒപ്പം തന്നെ കൈയും താഴേക്ക് കൊണ്ടുപോകും, ബോളിന്റെ കൂടെ തന്നെ, അല്ലാതെ ഹൈറ്റിൽ വെച്ച് തന്നെ ബോൾ പിടിക്കുകയല്ല ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ കാരണം ഈ മുകളിൽ നിന്ന് വരുന്ന ബോൾ ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിലാണ് വരുന്നത്. അപ്പൊ ഈ വെലോസിറ്റിയിലോട് വരുന്ന ബോളിനെ നമ്മൾ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ ക്യാച്ച് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, അതായത് m ബോളിന്റെ മാസും v അത് വന്നിരുന്ന ഇനീഷ്യൽ വെലോസിറ്റിയും ആണെങ്കിൽ പെട്ടെന്ന് അതിനെ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 ആയി മാറുന്നു. ഈ റേറ്റ് ഓഫ് ചേഞ്ച്, അതായത് വെലോസിറ്റി മാറുന്ന മൊമെന്റം ചേഞ്ച് ചെയ്യുന്ന റേറ്റ്, ആ സ്പീഡ് വളരെ സഡൻ ആണ് എങ്കിൽ ഈ ക്രിക്കറ്റേഴ്സിന്റെ കൈയിലേക്ക് ഇതിന്റെ ഫോഴ്സ് വളരെയധികം മാഗ്നിറ്റ്യൂഡിലായിരിക്കും വന്ന് തട്ടുന്നത്. അപ്പൊ അവരുടെ ഹാൻഡ്സിനെ അത് ഹേർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വരുന്ന ഫോഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും
ക്രിക്കറ്റേഴ്സ് ഈ റേറ്റ് ഓഫ് ചേഞ്ചിനെ, അതായത് ബോളിന്റെ സ്പീഡ് സീറോയിലേക്ക് മാറുന്ന ആ ഒരു ടൈം ഇന്റർവെൽ കൂട്ടാൻ വേണ്ടിയിട്ട് ഈ ബോളിന്റെ ഒപ്പം തന്നെ കൈയും താഴേക്കൊന്ന് ഡ്രാഗ് ചെയ്തിട്ടാണ് ബോൾസ് ക്യാച്ച് ചെയ്യുന്നത്. അപ്പൊ ഇത് സെക്കൻഡ് ലോ ഓഫ് ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷന്റെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അടുത്തത് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. To every action there is always an equal and opposite reaction. അപ്പൊ ഇതിന്റെ എക്സാമ്പിൾ പറയുവാണെങ്കിലും നമ്മൾ റോ ചെയ്യുന്ന ഒരു ബോട്ടിൽ പാഡൽസ് യൂസ് ചെയ്ത് ഒരു ബോട്ട് റോ ചെയ്യുകയാണെങ്കിൽ ഈ പാഡൽസ് യൂസ് ചെയ്ത് നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ, ഈ വെള്ളത്തിനെ പുറകിലേക്ക് പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ട് ഈ വെള്ളം ബോട്ടിനെ മുന്നേക്ക് പുഷ് ചെയ്യുന്നു. അപ്പൊ ഇങ്ങനെയാണ് ബോട്ടിങ്ങില് ബോട്ട് മുന്നിലേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതും ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ഒരു എക്സാമ്പിൾ ആണ്. ഇതുപോലെ തന്നെ ന്യൂട്ടൺസ് തേർഡ് ലോയുടെ മറ്റൊരു എക്സാമ്പിൾ ആണ് റീകോയിൽ ഓഫ് ഗൺ. ഒരു ഗണ്ണിൽ നിന്നൊരു ബുള്ളറ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ, പലപ്പോഴും സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ബുള്ളറ്റ് ഷൂട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഫയർ ചെയ്യുമ്പോൾ, ഗൺ ഫയർ ചെയ്യുമ്പോൾ ഗണ്ണ് പുറകിലേക്കൊന്ന് ജേർക്ക് ചെയ്യും. അപ്പൊ ഇതിനെയാണ് നമ്മൾ റീകോയിൽ ഓഫ് ഗൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബുള്ളറ്റ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ബുള്ളറ്റ് ഒരു പർട്ടിക്കുലർ വെലോസിറ്റിയിൽ ഗണ്ണ് ഫയർ ചെയ്യുന്നു. അപ്പോ ബുള്ളറ്റ് ഫ്രണ്ടിലേക്ക് ആക്സിലറേറ്റ് ചെയ്തു പോകുന്ന ആ മോഷന്റെ ഓപ്പോസിറ്റ് റിയാക്ഷൻ ആയിട്ടാണ് ഗണ്ണിനെ പുറകിലേക്ക് റീകോയിൽ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ഇതും ന്യൂട്ടൺസ് തേർഡ് ലോയുടെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ്. അപ്പൊ ഇത്രയായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഡൈനാമിക്സിൽ വരുന്ന റെക്റ്റിലീനിയർ മോഷൻ, കർവിലീനിയർ മോഷൻ, അതേപോലെ തന്നെ ഇക്വേഷൻസ് ഓഫ് മോഷൻ, ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ, ഇത്രയും ടോപ്പിക്സിനെ കുറിച്ചായിരുന്നു ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. താങ്ക് യു.